ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ദൈവത്തിന്റെ കരുണയാൽ ധ്യാനം നന്നായി പോകുന്നുണ്ട്. പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥന ഒട്ടും കുറയ്ക്കരുത്. ഇനി ശക്തിപ്പെടുത്തണം വീണ്ടും കേട്ടോ, ദൈവത്തിന്റെ കൃപയാൽ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇന്നിപ്പോൾ ഈ ധ്യാന ദിവസങ്ങളിൽ എല്ലാ മെസ്സേജൊക്കെ നോക്കാൻ പറ്റുന്നില്ല, എന്നാലും കുറേയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ മെസ്സേജ്, മെയില്, ബാക്കി എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ പറഞ്ഞില്ലേലും പറയാത്ത നിയോഗങ്ങൾക്ക്, മനസ്സിലുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എന്തൊക്കെയായിരുന്നു സഹോദരൻ, ഇത്ര ആൾക്കാരെ പ്രാർത്ഥന കിട്ടുമ്പോൾ വലിയൊരു ദൈവാനുഗ്രഹം വരും. എന്തുമാത്രം സാക്ഷ്യങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വായിച്ച് കേൾക്കുന്നില്ല, വലിയ മേജർ കാര്യങ്ങൾ. നേരത്തെ കഴിഞ്ഞ ദിവസം സാക്ഷ്യം കേട്ടായിരുന്നോ? 4 വർഷത്തെ ജോലിയുടെ കഴിഞ്ഞ ദിവസത്തെ അതൊക്കെ കേട്ടോളൂ കേട്ടോ. ഇനി മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ അടുത്ത പ്രാർത്ഥന ഈ 100ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുകയാണ്. നമുക്ക് എല്ലാത്തിനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാം. നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 ദിനവൃത്താന്തം 20ാമത്തെ അധ്യായത്തിന്റെ 12ാമത്തെ തിരുവചനം, 2 Chronicles chapter 20 verse 12. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല. ചില മനുഷ്യർ അങ്ങനെ പറയാറുണ്ട്, എൻ്റെ അച്ഛാ ഇതാണ് സ്ഥിതി, എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം, പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നടന്നുമായിരിക്കാം. ഒരു ഉത്തരവില്ല, എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനോഹരമായ ഒരു വചനത്തിന്റെ വെളിപ്പെടുത്തൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. യഹോഷാഫാത്തെ രാജാവാണ് കഥാപാത്രം. അതായത് ഇസ്രായേൽ അല്ലെങ്കിൽ യൂദ, നമുക്കറിയാമല്ലോ, അത് പിന്നെ രാജ്യങ്ങൾക്കെതിരെ പിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിക്കൊണ്ട് അമ്മോന്യര്, മൊവാബ്യര്, സേർ പർവ്വത നിവാസികൾ ഒരുമിച്ച് വരിക. അപ്പോൾ യൂദാ നിവാസികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി. അപ്പോൾ യഹോഷാഫാത്ത് രാജാവ് പറയുന്ന ഒരു സെന്റൻസാണ്. അത് കുട്ടികളും പുരുഷന്മാരും എല്ലാവരും സ്ത്രീകളൊക്കെ നിൽക്കുക, പറയാണ്, ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് പൊരുതാൻ, എന്ന് പറഞ്ഞാൽ അവരെ ചെറുക്കാൻ, അവരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ അശക്തരാണ്. പറയുക, എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് പറയാ, പക്ഷേ കർത്താവേ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുന്നു. ഇതാണ് ഉത്തരം. അതായത് നമ്മുടെ ലൈഫിന്റെ അതേ സിറ്റുവേഷൻസ് അവർക്ക് വേറൊരു കോണ്ടെക്സ്റ്റാണ്, വേറൊരു സിറ്റുവേഷനാണ്. അവർ ഉദാഹരണം, നമുക്കിപ്പോൾ ഇവിടെ ഇതേ നിൽക്കുന്ന പ്രശ്നം പോലെ തന്നെയാണ് അവർക്ക് അവിടുത്തെ പ്രശ്നം. കാരണം 3 രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു. അതാ പറയുന്നത്, ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യമുഖത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. അങ്ങനെയാണ് കൃത്യവചനം. എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം യുദ്ധം നമ്മളെ കൊണ്ട് പറ്റിയല്ല, വേറെ ആരെ ആശ്രയിക്കാനും പറ്റിയ സാധ്യതയില്ല. ഇവിടെ എന്ത് ചെയ്യും? എന്നിട്ട് പക്ഷേ കർത്താവേ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കും. ഈ അവസാനത്തെ വാക്കുണ്ടല്ലോ, കർത്താവേ ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുന്നു. ആ വാക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവിടെയുള്ള ഒരു മനുഷ്യനിലേക്ക് ഒരു പ്രവർത്തനം നിരതായി. എന്നിട്ട് പറയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ, നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോ കേട്ടോ. അത് വായിച്ചാൽ ഭയങ്കര ത്രില്ലാവും. നിങ്ങൾ വായിച്ച് നോക്കിക്കോ. എന്നിട്ട് പിന്നെ അവരാ കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സംഭവം ദൈവം ഇടപെട്ടില്ലേ എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ സഹോദരങ്ങൾ. ജീവിതത്തിലെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടെ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതേപോലെ കർത്താവിന്റെ പറയാം, ഇതാണ് പ്രാർത്ഥന, ഇത് തന്നെയാണ് നിന്റെ മനസ്സിലിരിക്കുന്നത്, പറയുന്നതാണ് പ്രാർത്ഥന. അത് സിൻസിയറായിട്ട് നിഷ്കള ഹൃദയം പറഞ്ഞു, കർത്താവ് ഞങ്ങളങ്ങ് അഭയം പ്രാപിക്കുന്നു. അല്ലേ? ശരിയല്ലേ? നമുക്ക് അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഈ വലിയ സമൂഹത്തോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഈ വചനത്തിൽ കേട്ടതുപോലെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തിജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ കർത്താവെ, പല സമൂഹങ്ങളുണ്ടല്ലോ കർത്താവെ. അവരുടെ എല്ലാ ഹൃദയത്തിന്റെ നൊമ്പരം, മനസ്സിന്റെ ഭാരം, അതെല്ലാം മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്ത് ചെയ്യേണ്ടെന്ന് അറിയാതെ നിൽക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനൊപ്പം കർത്താവേ, അവരെ അങ്ങയിൽ അഭയം പ്രാപിക്കാൻ ഇടവരട്ടെ. അങ്ങനെ ആരൊക്കെ പ്രാർത്ഥിക്കുന്ന അവർക്ക് ഒരു സമയം കഴിയുമ്പോൾ സാക്ഷ്യപ്പെടുത്താൻ ഇടവരട്ടെ. വലിയ ദൈവിക ഇടപെടലുണ്ടാകട്ടെ. മല പോലെ വരുന്നത് മാറ്റാൻ കഴിവുള്ള ദൈവമാണ് അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. ഒപ്പം തന്നെ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന പല രീതിയിലും ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെയും നിയോഗങ്ങളെ മുഴുവൻ ആശീർവദിക്കുകയാണ്. സ്വനാമത്തെ ദുഷ്ടാരികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിൽ ബന്ധിക്കുന്നു. ദൈവകൃപ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരട്ടെ. പരിശുദ്ധാത്മ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവെ, എല്ലാ തടസ്സങ്ങളും ഈശോ ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ.
വിശുദ്ധ കുരിശനെ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.